തിരുവനന്തപുരം അമ്പലമുക്കിൽ വിനീത കൊല്ലപ്പെട്ട കേസിൽ വിധി പ്രഖ്യാപനം ഈ മാസം 24-ലേക്ക് മാറ്റി. കൊടും കുറ്റവാളിയായ പ്രതി രാജേന്ദ്രന് കടുത്ത ശിക്ഷ നൽകണമെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചു. വിവരങ്ങളുമായി ഷീജ ചേരുകയാണ്. ഷീജ, എന്താണ് വിവരങ്ങൾ? തീർച്ചയായും സുജു, ഏതായാലും ഇന്നും അമ്പലമുക്ക് വിനീത കൊലക്കേസിൽ വിധി പ്രഖ്യാപനം അത് ഈ മാസം 24-ലേക്ക് മാറ്റിയിരിക്കുകയാണ്. പ്രോസിക്യൂഷന്റെയും പ്രതിഭാഗത്തിന്റെയും വാദം ഇന്നിപ്പോൾ കോടതിയിൽ പൂർത്തിയായിരിക്കുകയാണ്. ഇതിൽ പ്രോസിക്യൂഷൻ വാദിച്ചത് പ്രതി കൊടും കുറ്റവാളിയാണ്, അതുകൊണ്ട് തന്നെ നിരപരാധികളെ ദാരുണമായ രീതിയിൽ ആണ് അവരെ കൊലപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു തരത്തിലും പ്രതിയെ രക്ഷപ്പെടാൻ അനുവദിക്കാൻ പാടില്ല. അതുകൊണ്ട് വധശിക്ഷ തന്നെ പ്രതിക്ക് നൽകണം എന്നുള്ളൊരു ആവശ്യമാണ് പ്രോസിക്യൂഷൻ പ്രതിഭാഗത്തിനെതിരെ ഇന്നിപ്പോൾ കോടതിയിൽ വാദിച്ചത്. അതിൽ ഒരു കാര്യം കൂടി എടുത്തു പറയുന്നത്, ഒരു പരമ്പര കൊലയാളി എന്ന നിലയിൽ പ്രതി സമൂഹത്തിന് ഭീഷണിയാണ്. പ്രത്യേകിച്ചും തമിഴ്നാട്ടിൽ ഒരു കുടുംബത്തിലെ 3 പേരെയും ഈ പ്രതി കൊലപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ പ്രതിക്ക് ജീവപര്യന്തം ശിക്ഷ വിധിക്കുകയാണെങ്കിൽ ശിക്ഷ ഇളവിന് പ്രതി അർഹനാവുകയും ഒപ്പം തന്നെ ഭാവിയിൽ സമാനമായ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടില്ലെന്ന് ഉറപ്പുവരുത്താനാകില്ലെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു. അതുകൊണ്ട് പരമാവധി ശിക്ഷയായ വധശിക്ഷ തന്നെ പ്രതിക്ക് നൽകണം എന്നുള്ളൊരു ആവശ്യം തന്നെയാണ് പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ചത്. ഏതായാലും പ്രതിഭാഗത്തിന്റെയും പ്രോസിക്യൂഷന്റെയും വാദം ഇന്ന് പൂർത്തിയായി. അതേ തുടർന്നാണ് ഇപ്പോൾ ശിക്ഷാവിധിക്കായി ഈ മാസം 24-ലേക്ക് കേസ് മാറ്റിയിരിക്കുന്നത്. ശരി, ഷീജയാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. അമ്പലമുക്ക് വിനിത കൊലക്കേസിലെ ശിക്ഷാവിധി ഈ മാസം 27-ലേക്ക് മാറ്റി.